ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോഡ് കോഡേഴ്സ് മലയാളം യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ ഒരു വീഡിയോനകത്ത് ഞാൻ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്നെന്ന് പറയുന്നത് ഞാനിപ്പം പുതിയതായിട്ട് ബിൽഡ് ചെയ്തിട്ടുള്ള എൻ്റെ പോർട്ട്ഫോളിയോ, അതൊരു 3D വെബ്സൈറ്റ് ആണ്. അത് ഞാൻ കംപ്ലീറ്റ് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ ജോബിന് അപ്ലൈ ചെയ്യാതെ തന്നെ എങ്ങനെ നമുക്ക് ഓഫർ ലെറ്ററും കാര്യങ്ങളൊക്കെ കിട്ടും. ഈ രണ്ട് കാര്യങ്ങളും ഞാൻ ഈ ഒരു വീഡിയോനകത്ത് പറഞ്ഞുതരാം. അപ്പോൾ ഓക്കെ, നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു പോർട്ട്ഫോളിയോൻ്റെ കാര്യങ്ങൾ നോക്കാം. ഇതാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, പുതിയതായിട്ട് ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു 3D വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് നിങ്ങൾക്ക് കാണാം, ഹേ ഐ ആം ഫൈസു എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അതിൻ്റെ പോലെ തന്നെ ഇവിടെ നിങ്ങൾ കണ്ടില്ലേ, ഇവിടെ താഴെ തന്നെ ഒരു കമ്പ്യൂട്ടർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഞാൻ റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിലാണ് 3D ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത് 3JS ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കോഡ് കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യുക, എങ്ങനെയാണ് ഈ ഒരു പ്രൊജക്റ്റ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഇവിടെ ഈ താഴെ കാണുന്ന ഈ ഒരു ബാൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് എന്ത് ചെയ്യുക, നെക്സ്റ്റ് ഓവർവ്യൂ അതിലോട്ട് പോകും. ഓക്കെ, അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഇങ്ങനെ എന്നെക്കുറിച്ച് ഒരു എബൌട്ട് കൊടുത്തിട്ടുണ്ട്, അവിടെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, എഡിറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് സ്ട്രോങ് ആക്കിയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, വെബ് ഡെവലപ്പർ, അതുപോലെ തന്നെ റിയാക്ട് ഡെവലപ്പർ, ബാക്ക് എൻഡ് ഡെവലപ്പർ, കണ്ടന്റ് ക്രിയേറ്റർ, അങ്ങനെ നിങ്ങൾക്കും എന്ത് ചെയ്യുക, ഇതുപോലെ നിങ്ങളുടെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഞാൻ ഈ കുറച്ച് കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി താഴെ വരുന്ന സമയത്ത് വർക്ക് എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ ഇതിലൊക്കെ കൊടുത്തിട്ടുള്ള നമ്മൾ റിയാക്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3JS, പിന്നെ നമ്മൾ പറഞ്ഞ ഫ്രെയിമർ മോഷന്, അതുപോലെ തന്നെ ടെയിൽവിൻ CSS യൂസ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ ഇങ്ങനെ കൊടുത്തിട്ടുള്ള സെൽഫിലാണ്. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ട്രെയിനി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് പ്രോട്ടോടൈപ്പ്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ജൂനിയർ ഡെവലപ്പറായിട്ട് ഞാൻ വർക്ക് ചെയ്തിരുന്ന കമ്പനി, അതുപോലെ തന്നെ സെയിം ടൈം ഞാൻ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്ത്, അതെല്ലാം അതിനകത്ത് ഒരു ബ്രീഫായിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ബോളായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് മൊബൈലിനകത്ത് നല്ല ഈ ഒരു കാര്യങ്ങൾ നേരെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ മൊബൈലിനകത്ത് അത്യാവശ്യം കുറച്ചും കൂടി ഒന്ന് പെർഫോമൻസ് വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാനത് റൺ ചെയ്ത ടൈമിൽ ആ ഒരു രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പിന്നെ താഴെ സ്ക്രോൾ ചെയ്യുന്ന ടൈമിൽ പ്രൊജക്ട്സും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ പ്രൊജക്ട്സിനെ കുറിച്ച് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെ വരുന്നത് ഗിറ്റ് ഹബിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെയും എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ ലിങ്ക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്ത് ചെയ്യുക, ജസ്റ്റ് സിമ്പിളായിട്ട് അതിനൊരു സ്റ്റൈലും അതിൻ്റെ ഒരു കളറും കൊടുത്തിട്ട് അതുപോലെ തന്നെ ലിങ്ക് കൊടുത്തിട്ടുള്ള. അപ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാം, ഇവിടെ കഴ്സർ പോയിൻ്റർ വരുന്നുണ്ട്. അപ്പം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ഒരു ലിങ്കിലോട്ട് പോകും. ഓക്കെ, പിന്നെ താഴെ വരുന്നത് എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ എൻ്റെ പ്രൊജക്ട്സ് കൊടുത്തിട്ടുണ്ട്. പ്രൊജക്ട്സിൻ്റെ ഇവിടെ ഫസ്റ്റ് ഞാൻ ചെയ്തിട്ടുള്ള ആ ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ്, അതിനെ കുറിച്ചിട്ടുള്ള ഒരു ബ്രീഫായിട്ട്, അതായത് പെട്ടെന്ന് അത് അവർ വായിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ജസ്റ്റ് അവർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ ഓക്കെ എന്തൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്, അതുപോലെ തന്നെ മെയിനായിട്ട് എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ ജസ്റ്റ് #ടാഗ് പോലെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ താഴെ കൊടുത്തിട്ടുള്ള ഹോസ്റ്റഡ് ഇൻ AWS ലേറ്റർ റിമൂവ്ഡ് ഡ്യൂ ടു ചാർജസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ഞാനത് മുമ്പ് ലൈവ് ആക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് അവർ പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ്. അതായത് കമ്പനീസൊക്കെ നമ്മളെ ഇവനെ ഹയർ ചെയ്യുന്ന ടൈമിലാണെങ്കിലും ജസ്റ്റ് അവർ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ആ ഒരു രീതിയിൽ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്നത് സ്റ്റേക്കേഷന് ഞാൻ ഒരു ഹോട്ടൽ ബുക്കിംഗ് വെബ്സൈറ്റ് ചെയ്തതാണ്. അപ്പോൾ അതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും സ്ട്രൈപ്പ് പേയ്മെൻറ്റ്സ്, അതുപോലെ തന്നെ മാപ്പ് ബോക്സിൻ്റെ സെർച്ചിങ് ഫംഗ്ഷനാലിറ്റീസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ AWSനകത്ത് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് EC2ൻ്റെ തന്നെ ഒരു ഇലാസ്റ്റിക് IP ഒക്കെ വെച്ചിട്ട് ഞാനത് ഹോസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് രണ്ടും കൂടെ ആകുന്ന ടൈമിലും കൂടുതൽ പേയ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് ഫ്രണ്ട് എൻഡ് എന്ത് ചെയ്തു, ഫ്രണ്ട് എൻഡും അതുപോലെ തന്നെ ബാക്ക് എൻഡും രണ്ട് രീതിയിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. രണ്ട് റെപ്പോസിറ്ററി ആയിട്ടൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ എന്ത് ചെയ്തു, ഫ്രണ്ട് എൻഡ് വേഴ്സലിനകത്ത് കൊടുത്തു, അതുപോലെ തന്നെ ബാക്ക് എൻഡ് റെൻഡറിനകത്താണ് ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ അവിടെ ഒരു മെൻഷൻ ചെയ്തിട്ടുള്ളത് ബാക്ക് എൻഡ് റിക്വസ്റ്റ് റീസ്റ്റാർട്ട് റിക്വയർ അത് റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇത് കംപ്ലീറ്റ്ലി ഫംഗ്ഷനിൽ വർക്ക് ആവുള്ളൂ. കാരണം ഫ്രണ്ട് എൻഡ് ഓക്കെയാണ്, എന്ത് ചെയ്യുക, ആ ഒരു ലിങ്ക് വെച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാലും ഫ്രണ്ട് എൻഡ് കിട്ടും. പക്ഷേ ഫുള്ളി ഫംഗ്ഷനിലാവണമെങ്കിൽ എന്ത് വേണം, ബാക്ക് എൻഡ് കൂടെ ഒന്ന് റീലോഡ് ചെയ്യേണ്ടി വരും, റെൻഡർ ഫ്രീ ആയത് കാരണം. പിന്നെ നെക്സ്റ്റ് കൊടുത്തിട്ടുള്ള ഒരു ഇമോഷൻ ഡിറ്റക്ടറാണ്. അത് ലൈവാണ്. ലൈവ് മീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് ചാനലിലെ ലിങ്കാണ് ഞാൻ അവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് ഈ ഗിറ്റ് ഹബിൻ്റെയും അതുപോലെ തന്നെ ഈ ഐക്കണൊക്കെ കുറച്ച് ഡിസൈൻ ചെയ്ത് നമ്മൾ കൊടുത്താണ്, ഐക്കൺ എടുത്തിട്ട് പിന്നെ അതിനകത്ത് കൊടുക്കുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇമോഷൻ ഡിറ്റക്ടർ നിങ്ങൾ ഓൾറെഡി അല്പം വാച്ച് ചെയ്തിട്ടുണ്ടാവും, നമ്മുടെ യൂട്യൂബ് ചാനലിനകത്ത് ആ ഒരു വീഡിയോ ഉണ്ട്. ജസ്റ്റ് ഇവിടെ മൗസ് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളതെന്ന് പറയുന്നത് ഒരു ഇമാജിനിഫൈ, ഇതൊക്കെ ഞാൻ
മുമ്പ് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്ട്സ് ആയിരുന്നു. ഇതിൽ പല പ്രൊജക്ട്സും ഞാൻ വീഡിയോസൊക്കെ വാച്ച് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ചെയ്ത കുറേ പ്രൊജക്ട്സ് ഉണ്ട്. അതുപോലെ തന്നെ സ്വന്തമായിട്ട് ചെയ്തിട്ടുള്ള പ്രൊജക്ട്സും ഉണ്ട്. ഓക്കെ, ഈ ഷോപ്പിഫൈൻ്റെ പ്രൊഡക്റ്റ് ലിസ്റ്റിംഗ് എന്ന് പറയുന്നത് ഞാൻ സ്വന്തമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതായത് എനിക്കൊരു മെഷീൻ ടാസ്ക് ആയിട്ട് കിട്ടിയതാണ് ഫസ്റ്റ് ടൈം. ഇതിൻ്റെ താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഗോഡ് ഹയർഡ് എന്ന് പറഞ്ഞിട്ട്. അത് എല്ലാം ഒരു സെയിം ലൈൻ ഓഫ് അതായത് സെയിം ലൈനായിട്ട് അത്രയും ഇതായിട്ടാണ് ഞാൻ പാരഗ്രാഫ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് കൊള്ളിച്ച് കൊടുത്തതാണ്. ഓക്കെ, അപ്പോൾ ഇത് ലൈവ് എന്ന് കൊടുത്തിട്ടുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പം ഇത് ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഷോപ്പിഫൈ ഇവിടെ നിങ്ങൾ ലിങ്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഷോപ്പിഫൈ ആപ്പ് വേഴ്സൽ എന്ന് പറഞ്ഞിട്ട്. ഇത് എന്താണ്, എനിക്ക് ഫസ്റ്റ് ടൈമിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നൊരു മെഷീൻ ടാസ്ക്കാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്ട്സ് കാണാം. അതുപോലെ തന്നെ ഇതൊക്കെ ഞാൻ ലിസ്റ്റ് ചെയ്താണ്. ഇത് ഞാൻ Next.js വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ടൈമിൽ ഞാൻ റിയാക്ട് മാത്രമേ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ എനിക്ക് കിട്ടിയ ടാസ്ക് എന്ന് പറയുന്നത് Next.js വെച്ചിട്ട് ചെയ്യാനാണ്. അപ്പോൾ 4 ഡേയ്സിനുള്ളിൽ കംപ്ലീറ്റ് ആയി കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്ത് ഞാനത് ജസ്റ്റ് എന്ത് ചെയ്യും, Next.js എന്താണ് റിയാക്ട് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യും ജസ്റ്റ് ഒന്ന് നോക്കി ഡീറ്റെയിൽ ആയിട്ട്. അതിനുശേഷം പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ ഇരുന്ന് ചെയ്ത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാം ആക്റ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ ആക്റ്റീവ് മാത്രം വരും. അതുപോലെ തന്നെ ഡ്രാഫ്റ്റ്, അതായത് ഫിൽറ്ററിങ് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് നോ പ്രൊഡക്ട്സ് ഫൗണ്ട് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നില്ലേ, അപ്പം മാച്ച് ചെയ്യാത്ത ടൈമിൽ അത് ആ രീതിയിൽ കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ ഇവിടെ എക്സ്പോർട്ട് ഇതൊന്നും കൊടുത്തിട്ടില്ല. ഇതിനൊന്നും എനിക്കൊരു ഡെമോ തന്നിട്ടുണ്ടായിരുന്നു. ആ ഡെമോൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ വെച്ചിട്ടില്ല. അതുകൊണ്ട് എൻ്റെ മൊബൈലിനകത്തുണ്ട്. ഞാൻ വേണമെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ എങ്ങാനും കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ അത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൊഡക്ട്സ് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആഡ് പ്രൊഡക്റ്റ്, അതായത് ഈ ഒരു സെയിം രീതിയിലുള്ള ഒരു ഇതാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് അതേ സെയിം രീതിയിൽ തന്നെ ഇരുന്ന് വർക്കൗട്ട് ചെയ്ത് ചെയ്തതാണ്. ഇപ്പോൾ ഇവിടെ പ്രൊഡക്റ്റിൻ്റെ ടൈറ്റിൽ, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷന്, പ്രൊഡക്റ്റ് ഇമേജൊക്കെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. കണ്ടോ, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഇമേജ് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഇപ്പോൾ നമുക്ക് ടെയിൽ വിൻഡിൻ്റെ ഒരു ഇമേജ് ഉണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഈ ഒരു രീതിയിലാണ്. ഇതിനകത്ത് തന്നെ റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇമേജ് റിമൂവ്ഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് അതുപോലെ ഇത് കാണിക്കുന്നത്. ഇങ്ങനെ എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, എറർ ഹാൻഡ്ലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ആഡ് പ്രൊഡക്റ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, പ്ലീസ് എൻ്റർ എ പ്രൊഡക്റ്റ് ടൈറ്റിൽ, അങ്ങനെ ഫുള്ളി ഫങ്ഷണലായിട്ടാണ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വേറൊരു മോർ ഫിൽറ്റേഴ്സിനകത്ത് കൊടുക്കുമ്പോൾ നമുക്ക് സ്ലൈഡിൽ നിന്ന് വരുന്ന, അതായത് സൈഡിൽ നിന്ന് വരുന്ന ആ ഒരു രീതിയിലുണ്ടായിരുന്നു. ഇവിടെയും എന്ത് ചെയ്ത് ഫിൽറ്ററിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതെന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇവിടെ ക്ലോസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് ഫസ്റ്റ് എനിക്ക് മെഷീൻ ടാസ്ക് കിട്ടിയത്. ഇത് ഒരു സിമ്പിൾ ടാസ്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഇത് ഞാൻ തന്നെ ഒരു ഡെമ്മി ഡാറ്റ ഒക്കെ വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വരുന്നത് നമുക്ക് നമ്മുടെ പ്രൊജക്റ്റിലോട്ട് തന്നെ പോവാം, പോർട്ട്ഫോളിയോയിലോട്ട് പോകാം. പിന്നെ ഇമേജ് സ്ലൈഡർ എന്ത് ചെയ്തിട്ടുണ്ട്, ലൈവ് കൊടുത്തിട്ടുള്ള നമ്മുടെ യൂട്യൂബ് ചാനലിനകത്ത് ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അതിനകത്ത് എങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ലൈവിൽ. പിന്നെ ഇതിവിടെ ഗിറ്റ്ഹബിൻ്റെ റെപ്പോസിറ്ററി ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും, ഈസി ആക്സസ് ആയിരിക്കും. പെട്ടെന്ന് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് അത് കോഡ് നോക്കാനായിട്ട് പറ്റും. പിന്നെ ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിനെ കുറിച്ചിട്ടുള്ളത്. പിന്നെ നെക്സ്റ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവോയ്സ് ഡാഷ്ബോർഡ് ചെയ്തിട്ടുണ്ട്. അതും നമ്മൾ യൂട്യൂബ് ചാനലിനകത്ത് ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നത് ഗോഡ് ഗെയിം. ഇതും നിങ്ങൾക്കറിയാം, ജാവാസ്ക്രിപ്റ്റിൻ്റെ ഗോഡ് ഗെയിം നമ്മൾ അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ചാനലിനകത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആനിമേറ്റഡ് ലോഗിൻ ഫോമും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് മാത്രമല്ല, പിന്നെ ഒരുപാട് വീഡിയോസ് വേറെയും കുറേ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ താഴെ കൊടുത്തിട്ടില്ല. കാരണം ജസ്റ്റ് എന്ത് ചെയ്തിട്ട് ഞാൻ ഇവിടെ മുകളിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ജസ്റ്റ് ഇത് വായിച്ച് നോക്കിയാൽ ആൻഡ് ലൈവ് ഡെമോസ് ആൻഡ് മൈ ഗിറ്റ്ഹബ് ആൻഡ് കോഡ്കോഡേഴ്സ് യൂട്യൂബ് ചാനൽ. ഓക്കെ, ഇവിടെ കുറച്ച് ഓക്കെ, യു ക്യാൻ ഫൈൻഡ് മോർ ട്യൂട്ടോറിയൽസ് പ്രൊജക്ട്സ് എന്ന് പറഞ്ഞിട്ട് ലൈവ് പ്രൊജക്റ്റൊക്കെ ഗിറ്റ്ഹബിനകത്തും കോഡ്കോഡേഴ്സ് യൂട്യൂബ് ചാനലിനകത്തും കാണാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് റീഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിലും കൂടുതലുണ്ടെന്ന് മനസ്സിലാവുമായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വരുന്നതെന്ന് പറയുന്നത് വാട്ട് അതേഴ്സ്, അതായത് എൻ്റെ ഫ്രണ്ട്സിനെ അടുത്തുനിന്ന് ഞാൻ എന്ത് ചെയ്ത് ജസ്റ്റ് കളക്ട് ചെയ്താണ് കുറച്ച് ടെസ്റ്റിമോണിയൽസ്. അപ്പോൾ ഇത് നിങ്ങൾക്കും എന്ത് ചെയ്യാം, നിങ്ങളുടെ ഫ്രണ്ട്സിനകത്തുനിന്നോ, ഇവരൊക്കെ കമ്പനീസിനകത്ത് വർക്ക് ചെയ്യുന്നവരാണ്, സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്പേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ ടെസ്റ്റിമോണിയൽസും കാര്യങ്ങളൊക്കെയാണ്. ഇത് ഞാൻ വേറെ രീതിയിൽ ഇപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ എന്ത് ചെയ്ത് കരോസലായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കോഡ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇവിടെ ഫീഡ്ബാക്കിനകത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരാം. ഇത് ജസ്റ്റ് ഈ ഒരു കോഡ് ഞാൻ എന്ത് ചെയ്യാം, ഒന്ന് ഹൈഡ് ചെയ്യാം. ഓക്കെ, ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ കണ്ടോ, ഈ ഒരു സ്ലിക്ക് കരോസൽ എന്ന് പറഞ്ഞിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്, അത് അതിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ്.
അപ്പോൾ ഇവിടെ നോക്കി എന്ത് ചെയ്യുക, ഇത് ജസ്റ്റ് ഈ ഒരു കോഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഇതിനകത്ത് ഒരുപാട് കോഡിങ്ങും കാര്യങ്ങളും കാണിക്കുന്നില്ല, അതുകൊണ്ടാണ്, കാരണം ലെങ്തി ആക്കണ്ട. ഓക്കെ, ഇവിടെ കണ്ടോ, ജസ്റ്റ് നമുക്കിതൊന്ന് റീലോഡ് ചെയ്ത് നോക്കാം, എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങളോ ഉണ്ടോ നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇത് എന്താ അവിടെ എത്ര സെക്കൻഡാണ് കൊടുത്തിട്ടുള്ളത് നോക്കാം ഞാനിവിടെ. ഇതിന് ഓക്കെ ഡോട്ട്സ് ഫാൾസ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്, ഓക്കെ ഡോട്ട്സ് ഫാൾസ്. അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓട്ടോ സ്പീഡ് 3 സെക്കൻഡാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 1 സെക്കൻഡ് ആക്കിയിട്ട് കൊടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ കാണിച്ചു തരാം. ഓക്കെ കണ്ടോ, ഇത് സ്ലൈഡ് ആയിക്കൊണ്ടിരിക്കുന്നത് ഓരോ സെക്കൻഡിൽ. ഓക്കെ, ജസ്റ്റ് 1 സെക്കൻഡ് കഴിഞ്ഞാൽ അത് സ്ലൈഡ് ആവുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും നമുക്ക്. ഓക്കെ, അത് സ്ലൈഡ് ആവുന്നത് ഓട്ടോമാറ്റിക് സ്ലൈഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ സെക്കൻഡ് കഴിയുന്ന സമയത്ത് എന്ത് ചെയ്യും, അത് സ്ലൈഡായി ഇതുപോലെ സ്ലൈഡ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു 3 സെക്കൻഡൊക്കെ വെക്കാം, കാരണം അത് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാനുള്ള ടൈം. വേണമെങ്കിൽ അതിൽ കൂടുതലൊക്കെ വെക്കാം കേട്ടോ നിങ്ങൾക്ക്. പിന്നെ നമുക്കിത് വേണമെങ്കിൽ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ താഴെ കൊടുത്തിട്ടുള്ളത് കണ്ടോ, ഇവിടെ നിങ്ങൾ കണ്ടില്ലേ ആ ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരുന്നതും അതൊക്കെ 3JS കൊടുത്തിട്ടുള്ളതാണ്. ഈ ഒരു എന്താ പറയുക, ഇതിൻ്റെ നെയിം ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഇതെവിടെയാണ് കൊടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക്കിനകത്ത് ഡെസ്ക്ടോപ്പ് PC എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് 3JS തന്നെ ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത്, നമ്മൾ ഏറ്റവും ഫസ്റ്റ് കണ്ടിട്ടില്ലേ അതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്, ഈ പ്ലാനറ്റ് എന്ന് പറയുന്നതാണ്. ഇവിടെ ഈ ഒരു scene.gltf ഉണ്ടല്ലോ, ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ ഇമ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. SRCനകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കമ്പോണൻസ് എടുക്കാം. കമ്പോണൻസ് എടുത്തു കഴിഞ്ഞാൽ ഹീറോനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കമ്പ്യൂട്ടർ ക്യാൻവാസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. കമ്പ്യൂട്ടർ ക്യാൻവാസിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം, ഇവിടെ മുകളിൽ നമ്മൾ ഹീമോസ്ഫിയർ ലൈറ്റ് എന്ന് പറഞ്ഞിട്ട്, അതായത് ഇതിൻ്റെ സൈസൊക്കെ നമുക്ക് മാറ്റാട്ടോ. അതായത് കമ്പ്യൂട്ടറിൻ്റെ ആണ് ഇത്. കമ്പ്യൂട്ടർ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, എഡിറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം. ഫുള്ളി ഇത് കോഡ് ചെയ്യണമെങ്കിൽ അത്യാവശ്യം കുറച്ച് ടൈമുണ്ട്. അപ്പോൾ ഇതിൻ്റെ റിസോഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ചേഞ്ച് ആക്കിയിട്ട് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ നമ്മൾ സ്കെയിൽ മൊബൈലിനകത്ത് നമുക്ക് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാനിവിടെ സൈസ് ഒന്ന് കൊടുത്തിട്ടുണ്ട്. 0.45 ആണ് കൊടുത്തിട്ടുള്ളത്. ഞാനിത് മാറ്റിയിട്ട് 75 എന്ന് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഇത് ചേഞ്ച് ആവുന്നുണ്ട് നോക്ക് ജസ്റ്റ്. ഓക്കെ, നമുക്ക് നോക്കാം. ഇതിവിടെ 45 ആണ്, അപ്ഡേറ്റ് ആയിട്ടില്ല. ഓക്കെ, 75 ഞാൻ കൊടുത്ത്. ഇപ്പോൾ അതിൻ്റെ സൈസ് എത്ര വന്ന് നോക്ക്. അപ്പോൾ ഈ ഒരു രീതിയിൽ കണ്ടോ, നല്ല ബിഗ് സൈസ് ആക്കാം. അപ്പോൾ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു 3JS നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് പഠിച്ചെടുക്കാനും പറ്റും. അതിനകത്ത് എഡിറ്റ്സും കാര്യങ്ങളൊക്കെ വരുത്താൻ പറ്റും. പിന്നെ അവിടെ കാണുന്ന ആ ഒരു ലൈറ്റിങ് കണ്ടോ, ഈ ഒരു ലൈറ്റിങ് അതിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇൻറ്റൻസിറ്റി ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ പല രീതിയിൽ ഇതിനകത്ത് ഞാൻ കൂടുതൽ കാര്യങ്ങൾ ഇപ്പം ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതുപോലെ എഡിറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഇത് ഞാനിവിടെ ഇത് ഫുള്ളി റെസ്പോൺസീവും കൂടെയാണ്. ജസ്റ്റ് ഞാനിവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു രീതിയിൽ കാണിച്ചു തരാം. കേട്ടോ, ഫുള്ളി റെസ്പോൺസീവാണ്. നമുക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാലും കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ പ്രൊജക്ട്സും എല്ലാം തന്നെ ഫുള്ളി റെസ്പോൺസീവായിട്ട് വരുന്നുണ്ട്. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് ഇത് ഇതുപോലെ കൊടുത്ത് ഇതിനകത്ത് ഇനി വേറെ പ്രത്യേകമായിട്ടൊരു കാര്യമുണ്ട്. Contact.js അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. എന്തായാലും ഞാൻ എല്ലാം പറഞ്ഞു തരാം. ഇതിനകത്ത് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു കോണ്ടാക്റ്റ് എന്ന് പറയുന്നത് ഗെറ്റ് ഇൻ ടച്ച് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ള കോണ്ടാക്ട്സ്, ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നത് Email.js ആണ്. ഓക്കെ, Email.js എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ കോണ്ടാക്റ്റിൻ്റെ ഫയലിനകത്ത് കാണിച്ചു തരാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ Email.js ഇവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് Email.js ബ്രൗസർ എന്ന് പറഞ്ഞിട്ട് /browser എന്ന് പറഞ്ഞിട്ട് ഇത് ഇമ്പോർട്ട് ചെയ്തിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അത് നമ്മൾ ഇവിടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടാണ്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ email.js.com എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു വെബ്സൈറ്റ് കിട്ടും. അപ്പോൾ അതിനകത്ത് നമുക്ക് നമ്മുടെ ഒരു ഇമെയിൽ ID കൊടുത്തിട്ട് ലോഗിൻ ചെയ്യാം. അപ്പോൾ ഇവിടെ എൻ്റെ നെയിമൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആഡ് ന്യൂ സർവീസ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്തിട്ട് Gmail സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അതിനകത്ത് കൂടുതൽ ചെയ്യാനില്ല. പിന്നെ ഇമെയിൽ ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ ഓൾറെഡി ഒന്ന് ഡിഫാൾട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ക്രിയേറ്റ് ന്യൂ ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഡിഫാൾട്ട് ഡീറ്റെയിൽസ് ഓൾറെഡി ഇതിനകത്തുണ്ട്. ജസ്റ്റ് സേവ് എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. എന്നിട്ട് പിന്നെയും തിരിച്ചു വരുന്ന ടൈമിൽ ഇവിടെ ഒന്ന് ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ആ 2 ഐഡിയും വേണം നിങ്ങൾക്ക്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വേണ്ടത് പബ്ലിക് കീ വേണം. അപ്പോൾ അതും കൂടി കൊടുക്കണം. അപ്പോൾ അത്രയും ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്താക്കാനായിട്ട് പറ്റും, നിങ്ങളുടെ ഈ ഒരു Email.js കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ കോണ്ടാക്റ്റിൻ്റെ ഫയലിനകത്താണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, കോണ്ടാക്റ്റിൻ്റെ ഫയലിനകത്ത് ഇവിടെ ഈ .env എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്.
വൈറ്റ് ഈ ഒരു രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത് ENV ഫയലിനകത്താണ് ആ ഒരു കീയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവുക. അത് നമ്മൾ ഗിറ്റാബിലോട്ട് പുഷ് ചെയ്യുന്ന ടൈമിൽ ഇതൊന്നും കൊടുക്കില്ല. പിന്നെ ഞാൻ കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടായിരുന്നു, അത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ഫസ്റ്റ് ടൈം ഞാൻ ഒറ്റ കമ്മിറ്റ് മാത്രമേ ഉള്ളൂ കൊടുത്തിട്ട് ബ്രിങ്ങിങ് 3D മാജിക് ടു മൈ പ്രൊഫൈൽ എന്നൊക്കെ പറഞ്ഞിട്ട് ആ രീതിയിൽ കൊടുത്തിട്ടുണ്ട് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്കും എന്ത് ചെയ്യുക, അതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇതൊക്കെ കൊടുക്കാം, കമ്മിറ്റ്സ് ഐഡിയും അതുപോലെ തന്നെ കമ്മിറ്റ് മെസ്സേജസും കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ലേറ്റസ്റ്റ് വരുത്തിയ കുറച്ച് അപ്ഡേറ്റ്സ് ആണ് അവിടെ നിങ്ങൾ കാണുന്നത്. പിന്നെ നെക്സ്റ്റ് നമുക്കതിൻ്റെ ബാക്കി നോക്കാം. ഓക്കെ, പിന്നെ അതുപോലെ ഈ ഒരു ബാളും ഇതിൻ്റെ താഴെ കൊടുത്തിട്ടുള്ള കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും പുതിയതായിട്ട് കൊടുത്താണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് പറയുന്നത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എബൌട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എബൌട്ടിൻ്റെ സെക്ഷനിലോട്ട് പോകുന്നു, വർക്കിൽ കൊടുത്തു കഴിഞ്ഞാൽ വർക്കിൻ്റെ സെക്ഷനിലോട്ട് പോകുന്നു, അതുപോലെ തന്നെ കോൺടാക്റ്റിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ കോൺടാക്റ്റിലോട്ട് പോകുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും സിമ്പിളായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഞാൻ ഇവിടെ ഫ്രണ്ടിൽ ഏറ്റവും ടോപ്പിലൂടെ ഈ നാവ്ബാറിനകത്ത് ഞാൻ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. നാവ്ബാറിനകത്ത് ഈ ഒരു ലോഗോനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിലോട്ട് റീഡയറക്റ്റ് ആവുന്ന രീതിയിലാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് പോകും. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു URL നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, കോഡ്കോഡേഴ്സ് എന്ന് പറഞ്ഞിട്ട്. ബാക്ക് പോയി കഴിഞ്ഞാൽ നേരിട്ട് നമ്മുടെ ആ ഒരു ഇതിലോട്ട്. പിന്നെ നിങ്ങൾ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിച്ചോ, ഇവിടെ ലോക്കൽ ഹോസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. ഞാനിത് ഫ്രീ ആയിട്ട് പബ്ലിഷ് കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പബ്ലിഷ് ചെയ്ത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പബ്ലിഷ് ചെയ്തതെന്ന് പറഞ്ഞ് ഞാൻ ഫ്രീ ആയിട്ട് വേഴ്സലിനകത്താണ് ഇപ്പം പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അത് പബ്ലിഷ് ചെയ്യുന്ന വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്തു തരാം. കാരണം സിമ്പിളായിട്ട് തന്നെ നമുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡൊമൈൻ നെയിമിൻ്റെ ഒന്നും ആവശ്യമില്ല. ഡൊമൈൻ നെയിം പർച്ചേസ് ചെയ്യുന്നത് ബെറ്റർ ആണ്, എന്തായാലും ഫ്യൂച്ചറിൽ പർച്ചേസ് ചെയ്യും ചിലപ്പോൾ. പക്ഷേ എന്താണ്, ഇത് ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഇതാണ്. അപ്പോൾ നമ്മൾ ക്യാഷും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം പ്രൊഡക്ഷൻ ഡെപ്ലോയ്മെൻറ്റ് ചെയ്തതാണ് ഓൾറെഡി. അപ്പോൾ ഇതിവിടെ റെഡിയാണ്. കാരണം ഈ ഒരു സ്റ്റാറ്റസ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതായത് റണ്ണിങ് ആണ് ഇത് ഓൾറെഡി. ഓക്കെ, അതായത് 11 hours ago ആണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഇന്ന് രാവിലെയാണ് ഇത് ചെയ്തത്. അപ്പോൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഡൊമൈൻസ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇപ്പോൾ ലൈവായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ഇത് കാണാം. ഇവിടെ കണ്ടോ, ഇവിടെ ഈ ഒരു പെർസെൻറ്റേജ് ഒക്കെ റൺ ആയിക്കൊണ്ടിരിക്കുന്നത് ലോഡിങ് ആണ്. അതായത് ഒരു ലോഡർ ഇത് സസ്പെൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് വേഴ്സലിൻ്റെ കുറച്ച് ഇതൊക്കെ അവർ കൊടുത്തിട്ടുണ്ടല്ലോ. ഓക്കെ, എന്തായാലും അതൊക്കെ ഓക്കെയാണ്. ഇപ്പം നിങ്ങൾ ഈ ഒരു URL നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നിങ്ങൾക്ക്, faizrahman.versal.app എന്ന് പറഞ്ഞിട്ട്. അതായത് ഒരു ഫ്രീ ഡൊമൈനാണ്. അതിനകത്ത് നമ്മൾ ഈ ഒരു ലിങ്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും എന്ത് ചെയ്യാൻ പറ്റും, ആരുടെ ഇതിനകത്തും ബ്രൗസറിനകത്തും റൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഫുള്ളി ഫങ്ഷണലാണ്, എല്ലാം വർക്കിംഗ് ആണ്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ എന്താണ് സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഫ്രീ ആയിട്ടുള്ള ഒരു ഹോസ്റ്റിംഗ് ആണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക്. പിന്നെ നമ്മൾ ഇമെയിൽ JS-ൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, കോൺടാക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾ എല്ലാവരും ഒന്നും കോൺടാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പേഴ്സണലായിട്ട് എനിക്ക് ടെലഗ്രാമിനകത്തോ ഇൻസ്റ്റഗ്രാമിനകത്തോ ഒക്കെ മെസ്സേജ് ചെയ്താൽ മതി. ഇത് ലിമിറ്റഡ് ആയിരിക്കും, പക്ഷെ 200 മെയിൽ എത്ര എങ്ങാനും ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഡിഫറെൻ്റ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആ ഒരു മെയിൽ മാറ്റി കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുതിയ മെയിലിനകത്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ വരുന്നത് എന്ന് പറയുന്നത്, ഞാൻ വേറൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനുണ്ടായിരുന്നത്, നമ്മളെന്താണ് ഓഫർ ലെറ്ററിൻ്റെ കാര്യം കൂടി പറയാനുണ്ടായിരുന്നു. അതായത് ഇപ്പം ഞാൻ ഒരുപാട് കമ്പനീസിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ജോബിന് പലരും അങ്ങനെ ഒരുപാട് കമ്പനീസിനകത്തൊക്കെ ജോബിന് അപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യുന്നുണ്ടാവില്ല, ജോബ് ഒന്ന് സെറ്റായി വരുന്നുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നവർ പലരും എന്ത് ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ ജോബിന് അപ്ലൈ ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ ബിഗിനേഴ്സോ ആയിരിക്കും ഈ ഒരു വീഡിയോസൊക്കെ കാണുന്നുണ്ടാവുക. അപ്പോൾ അവർ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സിമ്പിളായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്തു, ജസ്റ്റ് ഒന്ന് കൊടുത്ത് എന്തെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലോ അപ്പോൾ നേരിട്ട് ആ ഒരു ജോബ് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. പിന്നെ ചില കമ്പനീസ് മാത്രമേ ഉള്ളൂ അവർക്ക് അത്രയും അർജൻറ്റ്ലി ആ ഒരു പൊസിഷൻ ഫില്ല് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അവർ വന്നിട്ട് എന്ത് ചെയ്യും, ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക അങ്ങനത്തെ, അല്ലെങ്കിൽ റിപ്ലൈ തരിക, ആ ഒരു രീതിയിലൊക്കെ ചെയ്യുള്ളൂ. ചില കമ്പനീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ റിപ്ലൈ പോലും ചെയ്യില്ല. ചിലവർ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് AI ടൂൾസൊക്കെ ഉണ്ടാവും, അവർ ആ ഒരു രീതിയിൽ റിപ്ലൈ ഒക്കെ തരും. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണേ, നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരുപാട് അപ്ലൈ ചെയ്ത്, ചിലവർ അങ്ങനെ പറയുന്നുണ്ടാവും, നിങ്ങൾ എന്ത് ചെയ്യുക, ഒരുപാട് അപ്ലൈ ചെയ്ത് നോക്ക്, അപ്പോൾ എന്താവും, ജോബ് കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നിങ്ങൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ റെസ്യൂമെ ഒന്ന് സെറ്റാക്കുക. റെസ്യൂമെ സെറ്റാക്കുന്ന ടൈമിൽ ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ അറിയോ, നിങ്ങൾ ആദ്യം നിങ്ങളുടെ റെസ്യൂമെ ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ഏത് ജോബിനാണ് അപ്ലൈ ചെയ്യുന്നതെന്നൊന്ന് നോക്കുക.
അതായത് ഇപ്പോൾ നിങ്ങളൊരു മേൺ സ്റ്റാക്ക് ഡെവലപ്പർ അല്ലെങ്കിൽ ഒരു പൈത്തൺ ഡെവലപ്പറിനാണ്, അതാണ് നിങ്ങളുടെ ഒരു സ്റ്റാക്ക് ഡൊമൈൻ എന്ന് പറയുന്നത് അതാണെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യും, സ്പെസിഫിക് ആയിട്ട് ജോബിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഒന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് അത് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് കോപ്പി ചെയ്യുക. എന്നിട്ട് നിങ്ങൾ AI ടൂൾസൊക്കെ യൂസ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾ ChatGPT യൂസ് ചെയ്തോ, അതിനകത്ത് ആ ഒരു ഡിസ്ക്രിപ്ഷൻ കോപ്പി ചെയ്ത് അത് പേസ്റ്റ് ചെയ്യുക അവിടെ. എന്നിട്ട് അതുപോലെ തന്നെ നിങ്ങളുടെ റെസ്യൂമിനകത്ത് എന്തൊക്കെയാണ് ഓൾറെഡി ഇപ്പോൾ പ്രീവിയസ് ആയിട്ടുള്ള റെസ്യൂമിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് നോക്കുക. ആ ഒരു കണ്ടൻസും കംപ്ലീറ്റ് കോപ്പി ചെയ്ത് കൊടുക്കാം. അപ്പം ഇപ്പം AI ടൂൾസിന് മനസ്സിലാവും ഓൾറെഡി നിങ്ങൾക്ക് എന്തൊക്കെ സ്കില്ലുണ്ട്. അപ്പോൾ അതും അതുപോലെ തന്നെ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷന് ആ ഒരു ജോബിൻ്റെ ഡിസ്ക്രിപ്ഷനും മാച്ച് ആവുന്ന രീതിയിൽ നിങ്ങളുടെ റെസ്യൂമെ ഒന്ന് മോഡിഫൈ ചെയ്യും. എന്നിട്ട് ആ റെസ്യൂമെ വേണം എന്ത് ചെയ്യാൻ, നിങ്ങൾ പുതിയ ജോബിന് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ കൊടുക്കാനായിട്ട്. അപ്പോൾ ATS ഫ്രണ്ട്ലി ആയിരിക്കും. അതുപോലെ തന്നെ കൂടുതൽ ചാൻസ് കൂടുതലാണ് ആ ഒരു ജോബിലോട്ട് കിട്ടാൻ വേണ്ടി. പിന്നെ ഞാൻ എൻ്റെ ഒരു കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനൊന്നും ഈ ഒരു രീതിയിൽ എന്ത് ചെയ്തില്ല. ഇപ്പോൾ അത് റിപ്ലൈയും കാര്യങ്ങളൊക്കെ വരാൻ നല്ല ബുദ്ധിമുട്ടാണ്. കാരണം ഇത് കമ്പനീസിൽ നിന്ന് ചിലപ്പോൾ നമ്മൾ മെയിൽ അയക്കുന്നത് അത് ചിലത് ഫേക്ക് ആയിട്ടുള്ളതുണ്ടാവും, അതുപോലെ തന്നെ നല്ല കമ്പനീസും ഉണ്ടാവും. പക്ഷേ എന്നാൽ പോലും റിപ്ലൈ കാര്യങ്ങളൊക്കെ വരാൻ നല്ല പണിയാണ്. പക്ഷേ എനിക്ക് വന്നിട്ടുണ്ടായിരുന്ന ഓഫർ ലെറ്റർ എന്ന് പറയുന്നത് ഞാൻ അങ്ങോട്ട് അപ്ലൈ ചെയ്യാത്ത തന്നെ ഇങ്ങോട്ട് കുറച്ച് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ലിങ്ക്ഡിൻ ത്രൂ ആണ് ഇത്രയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ആദ്യം ഒരു ലിങ്ക്ഡിൻ്റെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. ഞാനിവിടെ എൻ്റെ ഒരു സിമ്പിളായിട്ടുള്ളൊരു പ്രൊഫൈലാണ്. ഇതിനകത്ത് ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും കൊടുത്തിട്ടില്ല. പക്ഷേ ഇതിലും ബെറ്റർ ആയിട്ട് നിങ്ങൾ ഉണ്ടാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് മേൺ സ്റ്റാക്ക് ഡെവലപ്പർ, അതുപോലെ തന്നെ കുറച്ച് സ്കില്ലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ഞാനകത്ത് ഇന്ന് കുറച്ച് അപ്ഡേറ്റ്സ് എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് മുമ്പ് ഇത്രയൊന്നും ഉണ്ടായിരുന്നില്ല. MongoDB എക്സ്പ്രസ് അതൊക്കെ ഞാൻ ഇന്ന് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താണ്. പിന്നെ അതുപോലെ തന്നെ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പ്രൊഫൈൽ നോക്കുന്ന ഏതെങ്കിലും ഒരു റിക്രൂട്ടറോ അല്ലെങ്കിൽ HR ടീമൊക്കെ ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് എൻ്റെ പ്രൊഫൈൽ നോക്കാം. അവർ ഫസ്റ്റ് ടൈം നോക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ അവർക്ക് എൻ്റെ സ്കില്ല് എന്തൊക്കെയാണെന്ന് കാണാൻ പറ്റും. അതുപോലെ തന്നെ പോർട്ട്ഫോളിയോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പോർട്ട്ഫോളിയോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു പോർട്ട്ഫോളിയോയിലോട്ട് തന്നെ പോകും, കണ്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ ടു വർക്ക് എന്ന് പറഞ്ഞിട്ട് അത് വേണമെങ്കിൽ കൊടുക്കാം. പക്ഷേ ചിലരത് കൊടുക്കാറില്ല, റെഫർ ചെയ്യാറില്ല. പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് വേണമെങ്കിൽ കൊടുക്കാം. കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും, സപ്പോർട്ട് ചെയ്യും. പിന്നെ വരുന്നത് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ചെയ്യുന്ന ഓരോ വർക്കും എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം എന്ത് ചെയ്യാൻ നോക്കുക, നമ്മൾ ഷോക്കേസ് ചെയ്യാനായിട്ട് നോക്കുക. കാരണം നമ്മൾ എൻ്റെ ഒരു കേസ് വരികയാണെങ്കിൽ തന്നെ ഞാൻ ഇതിനകത്ത് ഞാൻ ചെയ്തിട്ടുള്ള ഒരു വർക്കും തന്നെ പോസ്റ്റ് ചെയ്തിട്ടില്ല. അതായത് ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ള പ്രൊജക്ട്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല മുമ്പ്. ഞാൻ ജോബിലോട്ട് എൻ്റർ ചെയ്യുന്ന ടൈമിലോ ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ കുറേ ജോബ്സ് അങ്ങനെ ആ ഒരു ടൈമിലൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുള്ളത് നമ്മുടെ പ്രൊഫൈലിനകത്ത് ഒരു റിക്രൂട്ടർ അതിനകത്ത് കയറി കഴിഞ്ഞ് നോക്കി കഴിഞ്ഞാൽ അവർക്ക് കാണാൻ പറ്റണം. ഇപ്പോൾ ഒരു പെട്ടെന്ന് അതായത് അതിനകത്ത് നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, എത്ര കാലമായിട്ട് നമ്മൾ ഈ ഒരു ഫീൽഡിനകത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ എക്സ്പീരിയൻസ് മനസ്സിലാവും. നമ്മൾ പുതിയ പുതിയ സ്കില്ല് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അവർ കോണ്ടാക്ട് ചെയ്യാൻ കൂടുതൽ ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ ഓൾറെഡി അങ്ങനെ പബ്ലിഷ് ചെയ്യാത്തവരാണെങ്കിൽ എന്ത് ചെയ്യുക, ഇനി മുതൽ പബ്ലിഷ് ചെയ്ത് തുടങ്ങുക. അതുപോലെ തന്നെ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറേ പോസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ കുറേ പോസ്റ്റ് കാണാൻ പറ്റും. ഇതൊക്കെ ഞാൻ സിമ്പിളായിട്ട് കൊടുത്തിട്ടുള്ള കുറച്ച് പ്രൊജക്ട്സ് അല്ല, ഞാൻ എന്ത് ചെയ്യുക, ഞാൻ യൂട്യൂബിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുള്ള അങ്ങനത്തെ കുറച്ച് കണ്ടൻസ് കാര്യങ്ങൾ മാത്രമേ അതിനകത്ത് കൊടുത്തിട്ടുള്ളൂ. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്തിട്ടുള്ള പ്രൊജക്ട്സ് അതുപോലെ തന്നെ അതിൻ്റെ ലിങ്ക്, ലൈവ് ലിങ്ക് ഉണ്ടെങ്കിൽ അത്, അതുപോലെ തന്നെ ഗിറ്റബ് റെപ്പോസിറ്ററി ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. പിന്നെ വേറെ കാര്യം, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് അതുപോലെ തന്നെ നിങ്ങളുടെ എവിടെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് മീൻസ് നിങ്ങളുടെ മുമ്പുള്ള എഡ്യൂക്കേഷൻസ് കാര്യങ്ങൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. ആ ഒരു പഠിക്കുന്ന ടൈമിലാണെങ്കിൽ നിങ്ങളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുക സ്കൂളിലോ അല്ലെങ്കിൽ +2 അല്ലെങ്കിൽ ഡിഗ്രി ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വേണമെങ്കിൽ കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ വേറെ എവിടെയെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ സെൽഫ് ലേണറാണ്, ഫ്രീലാൻസ് വർക്ക് ചെയ്യുകയാണ്, എന്താണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കറൻ്റ്ലി ഇപ്പം ചെയ്യുന്നത്, അതെന്ത് ചെയ്യുക, നിങ്ങളുടെ ഡെസിഗ്നേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ പുതിയതായിട്ട് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ ഇത്, നിങ്ങൾ ഓരോ ടൈമിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഒരു കമ്പനിയിൽ ഇത് വർക്ക് ചെയ്യുന്ന ടൈമിൽ, ഞാൻ ഒരു കമ്പനി വർക്ക് ചെയ്യുന്ന ടൈമിലാണ്, അതായത് ജൂനിയർ ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന ടൈമിലാണ് ഞാൻ ഈ റിമിക്സ് അതുപോലെ തന്നെ ഗ്രാഫിക്കൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് അല്ലാതെ ഞാൻ പ്രോട്ടോടൈപ്പിനകത്ത് പഠിച്ചിരുന്ന ആ ഒരു ടൈമിൽ കുറേ സ്കില്ലും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒക്കെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. Next.js ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഒരു പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അവിടെ Next.js ഞാൻ യൂസ് ചെയ്തു എന്ന്. അതുപോലെ തന്നെ ആമസോണിൻ്റെ EC2, അതുപോലെ തന്നെ Nginx, ഇങ്ങനെ കുറേ കാര്യങ്ങൾ, SQL തന്നെ PostgreSQL, അങ്ങനെ ഒരുപാട് നമ്മൾ എന്തൊക്കെ അറിയാം ആ ഒരു സ്കില്ല് കാരണം നമ്മൾ അത്യാവശ്യം ടൈം എടുത്തിട്ടായിരിക്കും ആ ഒരു സ്കില്ല് പഠിക്കുന്നുണ്ടാവുക.
അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, അതൊന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈൽ നോക്കുന്നവർക്കും എന്ത് ചെയ്യും, പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ അതൊരു വേ ആണ് നിങ്ങൾക്ക് അതായത് നിങ്ങളെ പെട്ടെന്ന് അവരെന്ത് ചെയ്യുക, ക്യാച്ച് ചെയ്യാനുള്ള ഒരു രീതിയാണത്. ഓക്കെ, അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയിട്ട് മെസ്സേജ് അയക്കാതെ തന്നെ എൻ്റെ ഒരു പ്രൊഫൈൽ നോക്കിയിട്ടാണ് അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കൂടുതലും ഇങ്ങോട്ട് വന്ന് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇതുപോലെ തന്നെ പ്രൊഫൈൽ പിക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ മാക്സിമം നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഷോക്കേസ് ചെയ്യാനായിട്ട് പറ്റുന്നത് ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. ഓക്കെ, ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്രയ്ക്കാണ് എനിക്ക് ഈ ഒരു വീഡിയോനകത്ത് പറയാനുള്ളത്. അത്യാവശ്യം ലെങ്തി ആണെന്ന് അറിയാം, പക്ഷെ എന്നാലും നിങ്ങൾക്ക് നല്ലൊരു ജോബിനോട്ട് എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു രീതിയിലൊക്കെ ട്രൈ ഔട്ട് ചെയ്ത് ബെസ്റ്റ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് കണ്ടന്റ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റ്സ് മാത്രമായിരിക്കും ഇതിനകത്ത് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.